അലയടിക്കുന്ന ഈ ഒരു ചെണ്ടമേളത്തിന്റെ പെരുമ, അതിനൊപ്പം തന്നെ കലയുടെ വൈവിധ്യമാർന്ന വഴികളിലൂടെ കൊട്ടിക്കയറുകയാണ് റിമ കല്ലിങ്കൽ. തിരമാലകൾക്കൊപ്പം മലയടിക്കുന്ന ചെണ്ടമേളത്തിന്റെ പെരുമ പോലെ കലയുടെ വൈവിധ്യമാർന്ന വഴികളിലൂടെ റിമ കല്ലിങ്കൽ ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. നമുക്ക് അഭിനേത്രിയായ റിമയെ നേരിട്ടറിയാം, നർത്തകിയായ റിമയെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, അവതാരകയായ റിമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല പൊതുവിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന സോഷ്യൽ ബീയിങ് ആയ റിമയ്ക്കൊപ്പം നമ്മൾ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സമീപകാലത്ത് ഒരു സിനിമയ്ക്കായി തെങ്ങിൽ കയറുന്ന റിമയെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും പുതിയതായി നമ്മളൊരു റിമയെ കാണുകയാണ്, ചെണ്ട കൊട്ടുന്ന റിമയെ. അത് കലയുടെ പല വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പല സാധ്യതകളെയും ഒരു മാമാങ്കം പോലെ ആഘോഷിക്കുന്ന റിമ കല്ലിങ്കലിനും ആ ടീമിനും നമ്മളോട് ഒരുപാട് പറയാനുണ്ട്, പെർഫോം ചെയ്യാനുണ്ട്. ഹായ് റിമ. ഹലോ. റിമയ്ക്ക് എപ്പോഴും പുതിയതായി എന്തെങ്കിലും വിശേഷം പറയാനുണ്ട്, പ്രത്യേകിച്ച് ആർട്ടില്. അത് ഇപ്പോ ഈ 2026 പുതിയ വിശേഷങ്ങളുണ്ട്. ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ചെണ്ടയാണ്. ഇപ്പൊ ചെണ്ട ഓടുന്ന റിമേനെ ഞങ്ങൾ കാണുമ്പോ ഇപ്പൊ തൊട്ടടുത്ത് അത് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റിമ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൊട്ടിക്കയറുന്ന റിമയുടെ ആ ജേണി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പൊ പറയൂ, നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത് എന്താണ് ഈ ചെണ്ട പഠിക്കാൻ, ഒരു ചെണ്ടക്കാരിയായി മാറാനുള്ള ഒരു പിന്നിൽ എന്താണ്? അതിന്റെ പിന്നില് ശരിക്കും പറഞ്ഞാൽ എന്റെ ടീംമേറ്റ്സ് ആണ് അതിന്റെ മെയിൻ കാരണം. ഞങ്ങളുടെ കൂടെയുള്ള സന്തോഷ് സർ എന്ന് പറയുന്ന കോറിയോഗ്രാഫർ, ഇവർ കാലങ്ങളായിട്ട് ചെണ്ട പഠിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്ന് കഥകൾ പറയുന്നുണ്ട് പൂരങ്ങളുടെ. ഇപ്പൊ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്, എനിക്ക് പൂരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പൂരങ്ങൾക്ക് പോകുന്ന അമൃത, അനു, ഭവി, സന്തോഷ് സർ എല്ലാവരും തൃശ്ശൂർക്കാരനെ. അപ്പൊ അവരിങ്ങനെ വന്ന് കഥകൾ പറയുന്നുണ്ട്, ഇവർ പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ അരങ്ങേറി കോവിഡ് സമയത്ത് ഇവരെല്ലാവരും പഠിച്ച്. പക്ഷെ ഞങ്ങള് ഒരു അടുത്ത പ്രൊഡക്ഷൻ ഞങ്ങൾ നെയ്ത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലം. 2 കൊല്ലമായിട്ട് ഞങ്ങൾ അത് വെച്ചാണ് ടൂർ ചെയ്യുന്നത്. അത് ഹാൻഡ്ലൂം വീവിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പൊ അടുത്തത് എന്ത്? അപ്പൊ മാമാങ്കം എല്ലാം കേരളത്തിൽ ഊഴ്ന്നു നിന്ന്, നമ്മുടെ റൂട്ട്സിൽ നിന്ന്, നമ്മുടെ ട്രഡീഷണൽ കൾച്ചറിൽ നിന്നുള്ള കഥകൾ പറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അടുത്തത് എന്ത് എന്ന് പറഞ്ഞപ്പോ സന്തോഷ് സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു, ചെണ്ടയെ കുറിച്ചുള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യണം. സാറിന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കൊരു വാദ്യോപകരണം പഠിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല എനിക്ക്. ഞാൻ ഡാൻസും സ്പോർട്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് നടന്നിരുന്നത്. അപ്പൊ എനിക്ക് ചെണ്ട എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര താല്പര്യമായി. ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള തൃശ്ശൂർക്കാരി ഉണ്ട് എന്ന് അടിവരയിട്ടൊരു സമയം വേണമെങ്കിൽ പറയാം. അരങ്ങേറി കഴിഞ്ഞപ്പോ ഉണ്ടായിട്ട് പോയിട്ടുണ്ടോ തൃശ്ശൂർ പൂരത്തിന്? പിന്നെ ചെറുപ്പം തൊട്ടിട്ടേ പോകുന്നതാണ്. വെടിക്കെട്ടും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതൊരു തൃശ്ശൂർക്കാർക്കും അത് മാറ്റിവെക്കാനൊന്നും പറ്റില്ല. ഞാൻ ചോദിക്കാൻ കാരണം എപ്പോഴും അതിന്റെ ഒരു ലൗഡ് എപ്പോഴും പുരുഷന്മാര് മാത്രം കണ്ട് നമ്മൾ പുരുഷാരം എന്നാണല്ലോ പറയുന്നത്. പുരുഷാരം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അത് ഭയങ്കര വിഷയമൊക്കെ ആയിട്ടുണ്ടല്ലോ ഒരിക്കൽ. ഞാൻ തൃശ്ശൂർ പൂരം ആണുങ്ങളുടെയാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ വിഷമം കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ബിക്കോസ് ഞങ്ങൾക്കും അതിന്റെ ഉള്ളിൽ വന്ന് നിൽക്കണം, നമുക്കും ആഘോഷിക്കണം ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കെ നമുക്ക് ഓക്കെ ശരി, ചെണ്ടയെ കുറിച്ചൊരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ചെയ്ത് മാറ്റി വെക്കരുത്. അത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യും ഞങ്ങൾ. അതിനൊരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട് നമ്മൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പെരുവനം പൂരത്തിന് പോയി. അവിടെയാണ് പഞ്ചാരി മേളം ഉണ്ടായത്. അവിടുത്തെ അമ്പലത്തിൽ പോയി ഞങ്ങൾ പെരുവനം കുട്ടന്മാരെ പോയി കണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ചെണ്ട ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പോയി, ചെണ്ടയുടെ വട്ടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, കുറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചെണ്ട വലിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഫുൾ റിസർച്ച് പരിപാടി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജസ്റ്റ് പൊട്ടി നോക്കാം എല്ലാവർക്കും എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്.
പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് തുടങ്ങി വെച്ചിട്ട് അങ്ങ് വിട്ടുകളയാൻ പറ്റുന്നൊരു സംഭവമല്ല. നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും എന്ന് പറയുമല്ലോ നമ്മള്. ആ താളവും പിന്നെ ഈ പറയുന്ന പോലെ ഒരു ടാക്ടൈൽ ആയിട്ട് നമ്മളിത് കൊട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര വേറൊരു മൂഡ് തന്നെയാണ്, ഫീൽ തന്നെയാണ്. അതും ഞാനിപ്പോ ഒറ്റയ്ക്ക് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ കുറച്ച് കഴിയുമ്പോ കുറച്ച് സമയം എടുത്തേനെ. ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പഠിക്കുന്നു. ഇന്ന ദിവസം ഞങ്ങൾക്ക് മോസ്കോയില് ഇത് ഇന്ന ദിവസം ഇത് പ്രീമിയർ ചെയ്യണം. അപ്പൊ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അരങ്ങേറി ഇതിന്റെ ഫുൾ പരിപാടി തീർത്ത് നമുക്ക് പോണം. അപ്പൊ നമുക്കൊരു ലക്ഷ്യം ഉണ്ടല്ലോ, അതും ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ അതിന്റെ ഒരു ജേർണി ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. എന്റെ കൂടെയുള്ള എല്ലാവരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഐ തോട്ട് വി ഓൾ ഡിസേർവ് എ ബ്യൂട്ടിഫുൾ അരങ്ങേറ്റം. അങ്ങനെ ചെയ്തതാണ്. ജൂലൈയിൽ തന്നെ അല്ലേ, തൃശ്ശൂർ അക്കാദമിയിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റം. അപ്പൊ അതും ഞങ്ങള് തൃശ്ശൂർ വെച്ച് നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ സംഗീത നാടക അക്കാദമി, അതായത് ഇപ്പൊ കേരളത്തിന്റെ എന്താ പറയാ കലയുടെ അമ്പലം എന്ന് വേണമെങ്കിൽ ടെമ്പിൾ ഓഫ് ആർട്സ്. മാത്രമല്ല റിമയുടെ ജേണിയിൽ തന്നെ ആ പ്ലേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ അരങ്ങേറിയത് അവിടെയാണ്, ഡാൻസ് അരങ്ങേറിയിട്ടുള്ളത് അവിടെ പെർഫോം ചെയ്ത്. ഇറ്റ്ഫോക്കിലൂടെയാണ് ഞാൻ പറയുകയാണെങ്കിൽ നെയ്ത്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റേജസിലേക്കൊക്കെ ക്ഷണിക്കപ്പെട്ടത്. ഇറ്റ്ഫോക്കിൽ നിന്ന് ഒരുപാട് പേര് കണ്ടിട്ടാണ് നമ്മളെ ഇപ്പൊ ഇറാഖിലേക്കും ഒക്കെ ഒമാനിലേക്കൊക്കെ ക്ഷണിക്കുന്നത്. അവിടുത്തെ ക്യൂറേറ്റേഴ്സ് കണ്ടിട്ടാണ്. സോ ഇറ്റ്ഫോക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഞങ്ങളുടെ ഒരു ജേർണിയിൽ. ആൻഡ് യെസ്, റീജിയണൽ തിയേറ്റർ ഡെഫിനറ്റ്ലി ഒരുപാട് ഇമ്പോർട്ടൻസ്. ഞാൻ ആദ്യമായിട്ട് ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്ഫോക്കിന് വേണ്ടിയാണ്. അന്ന് ഞാൻ ഭയങ്കര ചെറുപ്പാ, ലൈക് കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്. ഈ മിടുക്കിയൊക്കെ ചെയ്യണതിന് മുന്നേ ഒരുപാട് മുമ്പ്, ലൈക് ഞാനത് ഫിലിം ചെയ്തിട്ടില്ല, അത്രയും മുമ്പ്. അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ മുരളി സാറിനെ കണ്ടത്. അന്ന് സാറ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇറ്റ്ഫോക്ക് വേണമെങ്കിൽ. ആ സമയത്താണ് ഞാൻ സാറിനെ കാണുന്നതും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാമ്പസുമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, ഭയങ്കര മരങ്ങളും ഭയങ്കര രസമാണ് ശരിക്കും. റീജിയണൽ അതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് അവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. എല്ലാവരും കലാകാരിമാരാണ്. ഭയങ്കര രസമാണ് അവിടെ. അപ്പൊ എനിക്ക് അവിടെ തന്നെ അരങ്ങേറാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. യെസ്, ലോട്ട്സ്. ഡാൻസിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് റീമ പറയുന്നത് ഒരു ഡാൻസർ ആവണമെന്നുള്ള ആഗ്രഹമാണ് റീമയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യം. സിനിമ എന്ന് പറയുന്നത് റീമയ്ക്ക് അത് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അവിചാരിതമായി സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡാൻസർ എന്നുള്ള റീമ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2014 തന്നെ ഒരു അക്കാഡമി തുടങ്ങുന്നുണ്ട് അല്ലേ. അതിൽ വളരെ സീരിയസ് ആയി, അതിപ്പോ നമ്മൾ പറയുമ്പോ ഇപ്പൊ എലീറ്റ് ആയ അല്ലെങ്കിൽ പരമ്പരാഗതമായ ക്ലാസിക്കൽ ഡാൻസിൽ നിന്ന് മാറി റിമ ആ ഒരു കാലത്ത് തന്നെ ഈ കണ്ടംപററി ഡാൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അക്കാഡമി തുടങ്ങുന്നു, സ്വന്തമായി പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതും വലിയൊരു ടീം കൂടെ ഉണ്ട്. അവരുടെ കൂടെ ഈ പറയുന്ന പോലെ വിദേശ രാജ്യങ്ങൾ ആ പ്രൊഡക്ഷൻസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് പോലും എത്രത്തോളം അറിയുമെന്നറിയില്ല, അത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രൊഡക്ഷനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആസ് എ ഡാൻസർ റിമ എങ്ങനെയാ, അത് റിമയുടെ അനുഭവം എന്താ, അല്ലെങ്കിൽ റിമയ്ക്ക് എങ്ങനെയാണത് റിമ എന്നൊരു നർത്തകിയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? ഞാൻ ഇവിടെ നമ്മള് എല്ലാവരെ പോലെ തന്നെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഡാൻസ് പഠിക്കണം. നമ്മുടെ ക്ലാസിക്കൽ ആയിരുന്നു അന്ന് അവൈലബിൾ ആയിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഭരതനാട്യമാണ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റൈൽ ആയിരുന്നത്. ഫോക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചിന്മയിലാണ് പഠിച്ചത്. പക്ഷെ അവരും ആർട്സിനെ നന്നായി പ്രൊമോട്ട് ചെയ്തിരുന്നു, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നു. ഞങ്ങൾ CBSE കലോത്സവത്തിന് ചിന്മയ ഫസ്റ്റ് അടിച്ച കൊല്ലം ഞങ്ങളായിരുന്നു കൾച്ചറൽ ടീമിൽ ഉണ്ടായിരുന്നത്. അപ്പോ അതിന്റെ ഒരു എന്താ പറയാ, കല നമുക്ക് തരുന്നൊരു ഉണർവുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അത് വളരെ ചെറുപ്പം തൊട്ടേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആൻഡ് എനിക്ക് സ്റ്റേജ് പെർഫോമർ ആവണം എന്നെനിക്കറിയാം. പക്ഷെ ഇത് എങ്ങനെ പറ്റും എന്നൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഒരു ആർട്ടിസ്റ്റുകളോ
വേറെ ആരും അങ്ങനെ ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിത് ഓക്കെ ഡാൻസ് പഠിക്കുന്നു, അത് കഴിഞ്ഞു. ഞാൻ പിന്നെ ബാംഗ്ലൂർ പോകുന്നു. അവിടെ ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കോറിയോഗ്രാഫറിനെ പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ കൾച്ചറൽ ടീമിന് വേണ്ടി കോറിയോഗ്രാഫി ചെയ്യാൻ മയൂരി എന്ന് പറഞ്ഞിട്ടുള്ള മയൂരി ഉപാധ്യ വരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച് തീർത്തിട്ട് പോകുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, റിമയ്ക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കോളേജ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ശരി എന്ന് പറയുന്നു. ബിക്കോസ് ഞാൻ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ജോലി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ജേർണലിസം കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ MBA കൂടെ ചെയ്യും. അപ്പൊ MBA കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന 2 ക്ലാസ്സിലാണ് ഞാൻ പോയത്. രണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അപ്പൊ തന്നെ മയൂരിനെ വിളിച്ചു. എനിക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ എന്നുള്ള. ആൻഡ് ഷീ സെഡ് കം. ആൻഡ് എന്റെ പാരന്റ്സ് എല്ലാവരും ഭയങ്കര എതിർത്തു എന്ന് വെച്ചാൽ they didn't know. അവർക്ക് നയിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ല, അവർക്ക് പരിചയമായ ഒരു സ്പേസ് അല്ല. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോ ഇതിനൊരു സ്ഥിര വരുമാനം ഉണ്ടോ? ഇല്ല. സത്യം തന്നെയാണ്. അവരുടെ ടെൻഷൻസും എല്ലാം എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വൈ. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് അറിയാം ഞാൻ 4 കാലം എവിടെ പോയാലും വീണോളും എന്നുള്ള ഒരു ധൈര്യത്തിൽ ഇവര് they agreed, let her figure her way എന്ന് ആ ധൈര്യം അവരെനിക്ക് തന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്റെ ആ ഒരു ആ ഘട്ടത്തില് തുടക്കത്തില്. ആൻഡ് ആ ഒരു 4 years ഞാൻ നൃത്തനൃത്യ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കണ്ടംപററി ഡാൻസ് കമ്പനിയാണ് ബാംഗ്ലൂരുള്ളത്. മയൂരി ആയിരുന്നു അതിന്റെ ഫൗണ്ടർ. അവിടെ ഞങ്ങളൊരു 6 പേര്. അതാണ് എൻ്റെ ആർട്ട് ലൈഫിലെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ റോഷിനി. കേരളത്തിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അട്ടക്കലറി ഉണ്ട്, ജയചന്ദ്രൻ പാലാഴി മലയാളി തന്നെയാണ്. അദ്ദേഹം ഉഗ്രൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ കേരളത്തിലില്ല, അതുപോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോ ഐ തോട്ട് എന്നൊരു ആഗ്രഹമായിരുന്നു അതിവിടെ തുടങ്ങണം എന്ന്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ സിനിമയിൽ കയറി, മിസ് കേരള ചെയ്തു, വോഡഫോൺ തക്കതിമി ചെയ്തു. പിന്നെ സിനിമയായി, അതിന്റെ ഒരു ബഹളമായി. പിന്നെ എനിക്ക് കുറച്ച് ഐ ഹാഡ് ടു സെറ്റിൽ ഡൗൺ. അപ്പോഴാണ് 2014 ഞാൻ മാമാങ്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഞാൻ പഠിച്ചതും എനിക്ക് കിട്ടിയതും എല്ലാം എനിക്ക് ഇവിടെ ഉള്ള ഒരു ടീമിന് അങ്ങനെ തന്നെ ഒരു ടീം ബിൽഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊരു ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും എനിക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഐ എം സോ എന്താ പറയാ, ഭയങ്കര ഒരു കണ്ടെന്റ്മെന്റ് ഉണ്ട് ഇന്ന് എനിക്ക്. ഒരു സ്പേസ്, ഒരു ടീം, അതായത് എൻ്റെ കൂടെ 12 വർഷമായി എൻ്റെ ഒരു ടീം. അതിന്റെ ഒരു വലിയൊരു സക്സസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സമ്പാദ്യം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോ റിമയുടെ പ്രൊഡക്ഷൻസ് എടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ വെറുതെ ഒരു ആർട്ട് ഫോം എന്നുള്ളതിനപ്പുറത്തേക്ക് സോഷ്യൽ കണക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നെയ്ത്തായാലും വട്ടമായാലും, എനിക്ക് ഓർമ്മ ഇപ്പൊ നെയ്ത്ത് എന്ന് പറയുന്നത് ഉണ്ടായി വന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പൊ റിമ ആ ഒരു പ്രളയകാലത്ത് ഈ നെയ്ത്ത് ചെയ്യുന്നവരുടെ പ്രോസസ്സിനെ നേരിട്ട് കണ്ട് ഒരു നൂലിൽ നിന്ന് എങ്ങനെ ഒരു തുണി ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്തു വെച്ചത് അല്ലെ? കറക്റ്റ് അല്ലേ? അതുപോലെ ഇപ്പൊ വട്ടമായാലും. പക്ഷെ അതിലൊക്കെ ഉള്ള സോഷ്യൽ കണക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പോ എപ്പോഴും അങ്ങനെ കണക്റ്റഡ് ആയി തന്നെ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ചിലത് നമ്മൾ രാഷ്ട്രീയം പറയണം, അത് പൊളിറ്റിക്കൽ ആയിരിക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. അത് എല്ലാവരെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല. അത് ചിലപ്പോ നമുക്കത് പറഞ്ഞാൽ തന്നെ വരുന്ന ചില പ്രതിസന്ധികൾ കാരണം പിന്നോട്ട് പോകേണ്ടി വരുന്ന മനുഷ്യരുണ്ടാവും, പലതരം കാരണങ്ങളാൽ. പക്ഷെ റിമ എന്ന് പറയുന്നത് ചെയ്യുന്ന ആർട്ട് ഫോമിൽ എല്ലാം ആ സോഷ്യൽ കണക്ഷൻ ഉണ്ട്, ആ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അത് ഭയങ്കര ഒരു ആർജവമാണ്, നമുക്ക് കാണുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻസിനെ കുറിച്ച് പറയോ? എനിക്ക് തോന്നുന്നു റോഷി, നമുക്കൊരു വാക്യൂമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ നിഷ്പക്ഷർ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് സേഫായി കളിക്കുകയാണെങ്കിലും ഇത് സേഫ് അല്ലാതെ ഇതിനു വേണ്ടി പ്രതികരിക്കുന്ന മനുഷ്യരുടെ ഒക്കെ വിയർപ്പിന്റെയും അവരുടെ മൂവ്മെന്റിന്റെയും അവരുടെ ആക്ഷൻസിന്റെയും ഒക്കെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്.
അപ്പോൾ ക്ലാസിക്കൽ ഫോക്ക് എല്ലാം ചെയ്ത് ഞാനൊരു കണ്ടംപററി എന്ന് പറയുമ്പോൾ കുറെ പേര് ചോദിക്കും എന്താണ് കണ്ടംപററി ഡാൻസ് എന്ന്. നമ്മുടെ ഇന്നായി നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രസന്റ് ആയുള്ള ഡയലോഗാണ് കണ്ടംപററി ഡാൻസ്. അതുകൊണ്ടാണ് നമ്മൾ പ്രളയത്തില് എല്ലാം നഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ തിരിച്ചുവരവിനെ കുറിച്ച്, അവരുടെ വിൽ പവറിനെ കുറിച്ച്, അവരുടെ ക്രാഫ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നത്. ഇന്ന് പല രീതിയിൽ മനുഷ്യരെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള പ്രവണത ഉള്ള ഒരു ലോകത്ത് എല്ലാവരും ചേർന്നാലേ ഒരു വട്ടമാകുള്ളൂ എന്ന് പറയണം എന്ന് തോന്നുന്നത്. അത് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു ആർട്ട് ഫോം, ഒരു മീഡിയം. ആൻഡ് ഇതിൽ നിന്നാണ് സന്തോഷം കിട്ടുന്നത്. സിനിമ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് രണ്ടും അറിയാലോ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ എപ്പോഴും നമുക്കറിയാം, ഇപ്പൊ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ നേരിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഒരു സ്ഥലവും നേരിട്ട് ഓഡിയൻസിന്റെ അടുത്ത് കിട്ടുന്ന ഒരു എനർജി, ആ ഒരു അപ്രിസിയേഷൻ. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെയല്ലല്ലോ, പിന്നെ ഒരു മറയുണ്ട്. അപ്പോ ഇപ്പൊ ഇത്രയധികം സ്റ്റേജുകൾ ചെയ്തൊരു കലാകാരി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാ അത് ആ കൂടുതൽ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് ഡാൻസിലൂടെ തന്നെയല്ലേ? ആ ഒരു 100%. ഇപ്പൊ രണ്ട് മീഡിയമാണ് റോഷ്നി. അത് ഒരു കമ്പാരിസണേ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിത് ഒരു സിനിമ സെറ്റില് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും നമുക്കൊരു കുറച്ച് പേര് മനുഷ്യരേ ഉള്ളൂ, പക്ഷെ നമുക്ക് അവിടെയാണ് അതിന്റെ ഒരു ഏറ്റവും അത് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ ഒരു ഹൈ അനുഭവിക്കുന്നത് ഒരു ഷോട്ട് റെഡി ആവുമ്പോ. പക്ഷെ അതും ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, നമ്മളൊരു പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ഒരു ദിവസം, ഇപ്പൊ ഇന്ന് വൈകുന്നേരം പെർഫോമൻസ് ഉണ്ട്, നമ്മൾ രാവിലെ തൊട്ടിട്ട് ആ എനർജിയിലാണ്, ആ മൂഡിലാണ് നമ്മൾ പോയി, നമ്മൾ റെഡിയായി, നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്ത് നമ്മൾ സ്റ്റേജിൽ കയറി ആ ഒരു ഗ്രാഫിൽ അതേ ആ എനർജി ബിൽഡ് ചെയ്ത് ഇത് അവസാനിപ്പിച്ച് ഇത് നമുക്കറിയാം, നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹൈസും ലോസും ആ കൊറിയോഗ്രഫിയിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെ ഇത് ഓഡിയൻസിലേക്ക് എത്തണം. അപ്പൊ ഇത് ഓരോ പ്രാവശ്യം ഇത് ഓഡിയൻസിലേക്ക് എത്തുമ്പോ നമുക്കറിയാം ഇത് കണക്ട് ആയിട്ടുണ്ടോ, ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ അറിയാം. ഇപ്പൊ പക്ഷെ അതിപ്പോ ഞാൻ ആഷിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഡയറക്ട് ചെയ്തതിന് ശേഷം തിയേറ്ററിൽ പോയി തിരിഞ്ഞു നിന്ന് ഓഡിയൻസിനെ നോക്കി നിന്ന് സിനിമ കാണുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലെ. ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. പക്ഷെ ആസ് എ പെർഫോമർ ഡെഫിനറ്റ്ലി ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ ഇറാഖിൽ പെർഫോം ചെയ്തതിന് ശേഷം ലോട്ട് ഓഫ് ഫോറിനേഴ്സ് ആണ് നമ്മുടെ ഡാൻസ് കാണുന്നത്. അപ്പൊ നമ്മൾ പൊട്ടും ജിമിക്കും ഒക്കെ ഇട്ടിട്ടാണല്ലോ. അപ്പൊ ഫോർ ദെം ഒരു ഇന്ത്യൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ എവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ ഇങ്ങനെ കിട്ടിയപ്പോ ഞങ്ങളിങ്ങനെ തൊഴുത് ഞങ്ങളിങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ അവർ വീണ്ടും കൈയടിക്കും. അപ്പൊ ആ കണക്ഷൻ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കര ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ്സ് സോ ഫുൾഫില്ലിങ്. ആ കണക്ഷൻ തിയേറ്ററിനായാലും ഡാൻസിനായാലും ഒക്കെ നമ്മൾ ആ വർക്ക്ഷോപ്പ് ഇപ്പൊ പറഞ്ഞതാണ്, ഒരു ദിവസത്തെ കാര്യമല്ല. അല്ല ആ പ്രീ പ്രൊഡക്ഷൻ. ഇപ്പൊ ഞാനൊക്കെ സിനിമ ചെയ്യുമ്പോഴും അത് ചെയ്യാൻ നോക്കാറുണ്ട്. അതായത് നമ്മൾ ഒരു നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് മേടിച്ച്, ഇപ്പൊ ഡോണിന്റെ കൂടെ ഞാൻ മൂവി ചെയ്തപ്പോ വി ഹാഡ് എ ഹോൾ, അത് പക്ഷെ ഈ സിംഗിൾ ടേക്ക് മൂവി ആയിരുന്നു. അത് ഒരു 90 മിനിറ്റ് സിംഗിൾ ടേക്ക് മൂവി ആയതുകൊണ്ട് ഞങ്ങളൊരു 10 days ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. പക്ഷെ ഞങ്ങൾ നീലവെളിച്ചത്തിനും അത് ചെയ്തിരുന്നു. പക്ഷെ എല്ലാ സിനിമകൾക്കും അതിന് ഉള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോ നമ്മള് സിനിമയുടെ ഷൂട്ടൊക്കെ തുടങ്ങി ഇടയിലാവും നമ്മൾ ചെന്ന് കയറുക. അത് ഇടയിന്നായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുക. അപ്പൊ ഇതാണ് പേര് ക്യാരക്ടറിന്റെ, ഇതാണ് ഇപ്പോഴത്തെ മൂഡ്, ചെയ്തോ എന്നുള്ള അതിനുള്ള പോസിബിലിറ്റി സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി സ്റ്റേജിലില്ല. നമ്മള് 1 മണിക്കൂർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസം 1 മണിക്കൂറിന് വേണ്ടി നമ്മൾ 3 മണിക്കൂർ 3 റണ്ണെങ്കിലും ചെയ്യണം. ആ 1 മണിക്കൂർ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെന്റ് ടു യുവർ ആർട്ട്, നോ, അത് നമ്മൾ സ്റ്റേജ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദ മണി ഓർ ദ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ. ഐ തിങ്ക് നിങ്ങൾ ഡാൻസ് കളിച്ച് നടക്കല്ലേ, അവര് ശരിയാ നല്ല പണിയുണ്ട്, പക്ഷെ ശരിയാ ഡാൻസ്. ഇപ്പൊ ഞാൻ എന്റെ ടീമിന്റെ അടുത്തും പറയും, ഞങ്ങള് രാവിലെ വന്നിട്ട് 1 മണിക്കൂർ ഞങ്ങളുടെ വാമപ്പ് ഉണ്ട്, അതിൽ ഞങ്ങളെ കൊല്ലും ഞങ്ങളെ രാവിലെ. അപ്പൊ എല്ലാരും ഇങ്ങനെ കെടുക്കായിരിക്കും ഫ്ലോറില്.
അപ്പൊ ഞാൻ ചോദിക്കും എന്തേ വല്ല എഞ്ചിനീയർ ആവായിരുന്നില്ലേ, ഡാൻസർ ആയില്ലേ. അപ്പൊ എളുപ്പമൊന്നുമല്ല, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ഡാൻസ് കളിച്ച് കിടക്കുക തന്നെയാണ്. അതൊരു ഭാഗ്യമാണെന്ന് നമ്മൾ എന്നും തിരിച്ചറിയണം. ഇപ്പൊ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ നമ്മളെല്ലാവരും ലൈഫിൽ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയും ഫ്ലോറിലേക്ക് അത് കൊണ്ടുവരരുത്, ഇതാണ് നമ്മുടെ എസ്കേപ്പ്. ഇവിടെ ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹാപ്പി ആവുക, ഇവിടെ കൊടുക്കുക എല്ലാ എനർജിയും, എല്ലാം മാറ്റിവെക്കുക, ഇവിടെ വരിക. അപ്പൊ ആ ഫ്ലോറിനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്, സ്റ്റേജിനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. മാമാങ്കം എന്ന് പറയുന്ന ഒരു സ്പേസ് റിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവല്ലോ. ഈ ടീം തന്നെ 12 വർഷമായിട്ട് ഒരു ടീം കൂടെ ഉണ്ടാവുക, അവരുടെ കൂടെ പ്രൊഡക്ഷൻസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ ടീമിനെ കുറിച്ച് ഒന്ന് പറയുമോ നിങ്ങൾ? മാത്രമല്ല മാമാങ്കത്തെ കുറിച്ചും പറയാം. ഇത് ഈ പറയുന്ന പോലെ ഇതിൽ ചില പിള്ളേരൊക്കെ, അനു ഒക്കെ എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വന്നതാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ മഹാരാജാസിൽ പഠിച്ച് ഇവള് സ്വന്തമായി ഡാൻസ് ഇവള് പഠിപ്പിച്ച് ഇപ്പൊ ഫസ്റ്റ് ഒരു ബാച്ചിനെ അരങ്ങേറ്റം നടത്തി. അവളുടെ ഫസ്റ്റ് ബാച്ചിനെ, അവളിപ്പോ ഒരു ദൂരദർശൻ ആർട്ടിസ്റ്റ് ആണ്. ലൈക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെയും വളർച്ച. ഒരുമിച്ച് വളർന്നവര് കൂടിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ വന്ന് ആദ്യമായിട്ട് കണ്ടംപററി ഡാൻസ് പഠിച്ചിട്ടുള്ള ഡാൻസേഴ്സ്, പിന്നീട് പാലോഷി ഞങ്ങളുടെ തന്നെ സ്കോളർഷിപ്പ് സ്റ്റുഡന്റ് ആയിട്ട് യൂറോപ്പിൽ പോയി പഠിച്ചു, ഇന്ന് തിരിച്ചു വന്ന് ഇന്നിപ്പോ സ്വന്തമായി കോറിയോഗ്രഫീസ് ചെയ്യുന്നു, സ്വന്തമായി പ്രൊഡക്ഷൻസ് ചെയ്യുന്ന. അത് ഭയങ്കര ഒരു എന്താ പറയാ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ്. യുനോ നമ്മളിങ്ങനെ സ്പേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇപ്പൊ സന്തോഷ് സാർ എന്നെക്കാളും സീനിയർ ആണ്. ശരിക്കും ആട്ടക്കലറിയിൽ ഉണ്ടായിരുന്നതാണ്, എന്നെക്കാളും സീനിയർ ആണ്. പക്ഷെ സാറ് നമ്മുടെ കൂടെ വന്ന്, സാറ് നമ്മുടെ കൂടെയാണ് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. To make things happen like that, ഒരുമിച്ച് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് is a huge success. That is in every way നമ്മൾ സക്സസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തി നിൽക്കുന്നു തോന്നുന്നു എനിക്ക്. ഇത്രയും മനുഷ്യർ, ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ സ്പേസ് അല്ലല്ലോ. എസ്പെഷ്യലി ഡാൻസേഴ്സ് ആവുമ്പോഴേ, നമ്മൾ ആർട്ടിസ്റ്റുകളാവുമ്പോൾ ഭയങ്കര നമ്മൾ ഇമോഷണൽ ആണ്, വർക്കിന്റെ സ്പേസിൽ ഇമോഷണൽ ആണ്. പിന്നെ ഇപ്പൊ ഡാൻസേഴ്സ് ആകുമ്പോൾ ടച്ചും നമ്മുടെ എല്ലാ സെൻസസും ഇൻവോൾവ് ആണ്. ഒരുമിച്ച് പണിയെടുത്ത് ഒരുമിച്ച് അതെ. അപ്പൊ ഇപ്പൊ ഇതിലൊരാളുടെ അഞ്ജു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, കല്യാണം കഴിഞ്ഞ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ മോളായി, പ്രഗ്നൻസി കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ മോസ്കോയിലെ ഫസ്റ്റ് ഷോ വരുന്നത്. ഡെലിവറി ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളൂ. അവള് പറഞ്ഞു ഞാൻ മോസ്കോയിലേക്ക് വരും. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് പെർഫോം ചെയ്യാം. എന്നിട്ട് അവള് അവിടെ നിന്ന് വന്നിട്ടാണ് അവള് പെർഫോം ചെയ്തത് നമ്മുടെ കൂടെ. ലൈക്ക് നമ്മളെല്ലാം കാണുകയാണല്ലോ ഒരുമിച്ചുള്ള ഒരു ജേർണി. ഇപ്പൊ സിനിമയിൽ അത് സംഭവിക്കില്ല. നമ്മളൊരു സിനിമ കഴിഞ്ഞാൽ നമ്മളെല്ലാരും പിരിഞ്ഞു പോകും, പിന്നെ വേറൊരു സെറ്റിൽ കണ്ടാലായി, കണ്ടില്ലെങ്കിലായി. ദാറ്റ് ഇസ് വെരി ഡിഫറെന്റ്. ഇതിങ്ങനെ ഒരുമിച്ചുള്ള ഒരു ട്രാവൽ ആണല്ലോ, അതിന് വേറൊരു മാനമുണ്ട് മൊത്തത്തിൽ. ഈ ടീമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ പ്രീമ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ആ സമയത്തൊക്കെ ടീമിന് അപ്പുറത്തെ ഒരു പിന്തുണ ആരാ? ഒന്ന് ലോ ആയി പോകുമ്പോ ഒന്ന് പിടിച്ച് തള്ളാനൊക്കെ ഉള്ളത് ആരാ? ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് രോഷ്നി. ലൈക്ക് എന്റെ പാരന്റ്സ് ആണെങ്കിലും ഇച്ചിരിങ്കിൽ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയങ്കര അതിശയായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ബിക്കോസ് ഞാൻ അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. ലൈക്ക് ഐ എം എ വെരി വിയേർഡ്, റിബല്യസ്, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് ഞാൻ. അവർ സാധാരണ വളരെ, അപ്പൊ എന്റെ ഇടയ്ക്ക് അച്ഛനിടയ്ക്ക് പറയും, നിന്നെ പോലെയല്ല ഞങ്ങളെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തോളോ എന്ന് പറയും അച്ഛനമ്മയിടയ്ക്ക് എൻ്റെ അടുത്ത്. അപ്പൊ അവർക്ക് അതിശയവും ചില സമയത്ത് വിഷമവും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിച്ചിട്ടുണ്ട് എന്നും അവര്. എല്ലാ കാര്യത്തിലും, എൻ്റെ ലൈഫിലെ എല്ലാ ഡിസിഷൻസിലും, എല്ലാ ഏജിലും. അതെന്റെ ഭയങ്കര വലിയ ഭാഗ്യമാണ്. എനിക്ക് എപ്പോഴും എന്തുണ്ടെങ്കിലും തിരിച്ചങ്ങോട്ട് പോവാം,
അവരെന്നെ മനസ്സിലാക്കും, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അത് ചെറിയൊരു ധൈര്യമല്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനൊരു പാർട്ട്ണറായി തിരഞ്ഞെടുക്കുമ്പോൾ ഇതേ സ്പേസിൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ ആഷിഖിന് എന്ത് വന്നാലും എന്നെ മനസ്സിലാവും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമ്പോ ഞാൻ അച്ഛനമ്മ ആഷി എന്നാ പറയാ, ഞാൻ ലൈക്ക് ദ ബ്ലഡ് ഫോർ മീ. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഫ്രണ്ട്സ്, അതും ഈ പറയണ പോലെ നമ്മൾ ചെറുപ്പം തൊട്ടിട്ടുള്ള ഫ്രണ്ട്സ് ഒന്ന്. പിന്നെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാതെ ഓക്കെ ഇവൾക്ക് വട്ടാണ്, അപ്പൊ ഇവൾക്ക് ഇപ്പൊ ഇതാണ് ചെയ്യേണ്ടത്, നമ്മൾ ഇവളുടെ കൂടെ നിന്നേ പറ്റൂ, അതുകൊണ്ട് നമ്മൾ ഇവളുടെ കൂടെ നിൽക്കുന്നു, അതിന് എന്ത് വന്നാലും നിൽക്കുന്നു എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാൻ ഈ ജനറേഷനിലെ സ്ത്രീകൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്റെ അമ്മയുടെ ജനറേഷനിൽ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്ത് കുറെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം എൻ്റെ ജനറേഷനിലുള്ള സ്ത്രീകൾക്ക് പറ്റിയിട്ടുണ്ട്. അത് മുന്നോട്ട് ഞാനത് കാണുന്നുണ്ട്. അത് എൻ്റെ 40th ബർത്ത്ഡേക്ക് ഇവരെല്ലാരും കൂടി ദേ ത്രൂ മീ എ പാർട്ടി. അപ്പൊ എൻ്റെ ചെറുപ്പം സ്കൂൾ ഡേയ്സ് തൊട്ട് കോളേജ് ഡേയ്സ് തൊട്ട് എൻ്റെ ഇപ്പോഴുള്ള സോഷ്യൽ ലൈഫിലും എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലാതെ ഞാൻ ഇങ്ങനെ ഓൺലൈൻ റെവല്യൂഷൻസിൽ നിന്നും ഒക്കെ പരിചയപ്പെട്ട ഒരു 10-30 പേര് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് കെയിം ടുഗെദർ ഫോർ മൈ 40th ബർത്ത്ഡേ. ആൻഡ് ഐ റിമെമ്പർ ഫീലിംഗ് സോ ലക്കി ഇൻ ലൈഫ്, യുനോ ദാറ്റ് ഞാൻ ആഗ്രഹിച്ചതിന്റെ ഒക്കെ പിന്നാലെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അത് തോറ്റാലും ശരിയായാലും ഒന്നും പ്രശ്നമല്ല, ഞാൻ പോയിട്ടുണ്ട്. ഒരെണ്ണം വിടാതെ ഞാൻ പോയിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ അതെന്തൊരു ഭാഗ്യമാണ്. അത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ഭയങ്കര കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കണേ. അതുകൊണ്ട് തന്നെ ലൈക്ക് യുനോ എനിക്ക് ഐ ഫീൽ ഐ ഹാവ് ടു ഗിവ് ബാക്ക്. എനിക്ക് ലൈഫ് ആവശ്യത്തിൽ കൂടുതൽ തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും. റിമ ഇടപെട്ടിട്ടുള്ള മേഖലകളെല്ലാം എടുത്തു നോക്കുമ്പോ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് പൊതുവിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് ഒരു നർത്തകി എന്ന് മാത്രം റിമേനെ കാണാനേ പറ്റില്ല. ഇതെല്ലാം ഉണ്ട് നമുക്ക് റിമയെ നോക്കുമ്പോ ഇതെല്ലാമാണ് റിമ. ഇതൊന്നും മാറ്റി നിർത്തി എപ്പോഴെങ്കിലും റിമയെ കണ്ടിട്ടില്ല. അപ്പൊ അത് ഡാൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, എല്ലാറ്റിനെയും. ഇപ്പൊ അഭിനയം, പിന്നെ നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയി എല്ലാറ്റിനെ കുറിച്ചും അവെയർ ആയി ചോദിക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് ചോദിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളും അത് ആർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതി ഉണ്ടാവുമല്ലോ. അതും ഒരുപാട് 100%. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും നമുക്ക് വാക്യൂമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് തന്നെ, ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സ്പേസിലും എൻ്റെ എല്ലാ പൊളിറ്റിക്സും ഉണ്ടാവും. എൻ്റെ പേഴ്സണൽ ഇസ് വെരി വെരി പൊളിറ്റിക്കൽ ഫോർ മീ. അത് ഭയങ്കര പ്രൗഡാണ് ഞാൻ ആ കാര്യത്തിൽ. അതായത് ഞാൻ ഇങ്ങനെ ആയി തീർന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതായത് ഞാൻ ആയിത്തീർന്നതാണ് കേട്ടോ, അല്ലാണ്ട് എൻ്റെ മികവൊന്നും അല്ലാതെ. ഞാൻ പറയണത് ഐ എം ഹാപ്പി ദാറ്റ് ഇതാണ് ഞാൻ ആയത്. എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും ഡിസിഷൻ എടുക്കുമ്പോഴും എല്ലാം ദി പേഴ്സൺ ഐ എം ബിക്കമിങ് ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആർട്ട് വർക്ക് എന്നാണ്. അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ക്രിയേഷൻ, അല്ലേ? ഞാനിനി എന്ത് സ്റ്റേജിൽ ചെയ്യുന്നു എന്നുള്ളതൊന്നും ആയിരിക്കില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹൂ ഐ ബിക്കം, അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർട്ട് വർക്ക്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. ഞാൻ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും ഞാൻ ഇടപഴകുന്ന, ഞാൻ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്സ്, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യര്, ഞാൻ നിലകൊള്ളുന്ന എൻ്റെ ചുറ്റുപാടുകൾ എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യണം. അത് കൃത്യമായി ഞാൻ ആരാണെന്ന് എക്സ്പ്രസ് ചെയ്യണം. എനിക്ക് ഒളിപ്പിച്ച് വെക്കുകയേ വേണ്ട. അതുകൊണ്ട് ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല. എനിക്ക് വളരെ 100% ട്രൂത്ത്ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം, എന്താ പറയാ, ത്രൈവ് ചെയ്യണം. എനിക്ക് അതിൽ ഞാൻ ഒരു വെള്ളം ചേർക്കാനും ഞാൻ തയ്യാറല്ല. ഇപ്പൊ പറഞ്ഞ ആ ഒരു ഇടപെടലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ളത് റിമ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല. ഇപ്പൊ നമുക്കറിയാം, മാറ്റി നിർത്തപ്പെടുന്ന സ്പേസുകളിൽ നിന്ന് തിരിച്ചു വരണം അല്ലെങ്കിൽ അതിജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ റിമ വലിയൊരു ഇൻസ്പിറേഷനാണ്. എനിക്ക് വ്യക്തിപരമായി എനിക്ക് കൂടി അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവുന്ന വിശ്വസിക്കുന്ന ആളാണ്. അപ്പോ പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും ഇപ്പൊ റിമയെ പോലുള്ളവർ വെട്ടിത്തളിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെയാണ്.
എനിക്കും അങ്ങനെ ചെയ്തു തന്നവരുണ്ട്, ഉണ്ട്. മനസ്സിലായി. ഇതൊരു തുടർച്ചയാണ് റോഷിനി. ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ളതല്ല. അതാ ഞാൻ പറയുന്നത്, നമ്മളൊരു വാക്യൂമിൽ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മുന്നേ പോയവർ തെളിച്ച വഴി കൂടെ തന്നെയാണ് ഞാൻ പോയതും. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തുടർച്ചയാണ്. അതിൽ ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ട്, അതിലൊരു ഭയങ്കര ഒരു ഹ്യൂമൻ ഒരു എസെൻസ് ഉണ്ട് അതില്. അതിനെ ചേർത്ത് പിടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ റീമയും ഒരു കൂട്ടം സ്ത്രീകളും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടിയാ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇപ്പൊ ഈസി ആയിട്ട് പല സാധ്യതകളും ഇപ്പൊ നിലവിലുള്ള നടിമാരെ സംബന്ധിച്ചും പുതിയ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചും ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ പോലും ഈ മുന്നിൽ നിന്ന് പോരാടി ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, മുടങ്ങിപ്പോയ അവസരങ്ങളുണ്ട്, അങ്ങനെ കുറെ സ്ട്രഗിൾ ഉണ്ട്. എനിക്കറിയാം റീമയെ പോലെ ഒരുപാട് പേര് ആ സ്ട്രഗിൾ അനുഭവിക്കുന്നവരാണ്, അതിജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താ ശരിക്കും നമുക്ക് ഈ വീണ്ടും ആ ഒരു പോരാട്ടം തുടരുന്നുണ്ടല്ലോ, അതിന് കിട്ടുന്ന ഒരു എനർജി എന്താ അറിയോ? there was a time when ഇപ്പൊ നമുക്ക് ആ ഒരു എന്താ ആളുകൾക്ക് ഇത് നമ്മൾ പറയുന്നത് എന്താ മനസ്സിലാവാത്തത്, ഇനിയിപ്പോ നമ്മൾ പറയുന്നത് ശരിയല്ലേ എന്നുള്ളൊരു ഡൗട്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാവാത്തതാണോ, അത് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് ഓൾസോ എന്നിലേക്ക് ഇറങ്ങിപ്പോവാനും നമ്മൾ പറയുന്നത് ശരി തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാനും അത് വെച്ച് തിരിച്ച് വീണ്ടും മുന്നോട്ട് പോകാനും കൂടുതൽ ആർജവം കിട്ടിയിട്ടേ ഉള്ളൂ എനിക്ക്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ഈ ഫൈറ്റ് നടത്തുന്നത്, ഒരുപാട് പേരുണ്ട്. ആൻഡ് ഈ തുടർച്ച ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കേണ്ട ഒരു പറ്റം ആളുകളും കൂടിയുണ്ട്. എല്ലാവരും ഒരുമിച്ച് വരണം. ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്പേസ് മാറണം എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ഇത് തളർത്തിയിട്ടില്ല. ഞാൻ മുന്നോട്ടാണ് പോയിട്ടുള്ളത്, ഞാൻ വളർന്നിട്ടേ ഉള്ളൂ ഇതിൽ നിന്ന്. എനിക്കിതൊന്ന് ഒന്നും റിഗ്രറ്റ് ചെയ്യാനില്ല. ഞാൻ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിൽ ഒതുങ്ങിപ്പോയേനെ ശരിക്കും പറയുകയാണെങ്കിൽ. ഞാനിന്ന് 1400 കൊല്ലം പഴക്കമുള്ള ഒരു കലാരൂപം അരങ്ങേറി ഞാൻ എൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ, എൻ്റെ സ്വന്തം ടീമിന്റെ കൂടെ ലോകം എമ്പാടും ട്രാവൽ ചെയ്ത് ഒരു പ്രീമിയർ കഴിഞ്ഞ് ഞാൻ ബ്രസൽസിൽ പോയി, ഞാനൊരു പുതിയ കണ്ടംപററി ഡാൻസ് വർക്ക്ഷോപ്പ് ചെയ്ത് എന്നിട്ടാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. ഞാൻ 3 ദിവസമായിട്ടുള്ളൂ ഞാൻ തിരിച്ചു വന്നിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും വളരാനും മുന്നോട്ട് ഇനി എന്തൊക്കെ വഴികളുണ്ടെന്ന് തിരയാനും എല്ലാം ഞാൻ ആർജവം കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒതുങ്ങിപ്പോയേനെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മീഡിയമാണ്. ആ ആർട്ട് ഫോം ഞാൻ അതിൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ സ്പേസ് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സ്പേസ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ. അപ്പൊ ഒന്നും അവസാനിച്ചിട്ടില്ലല്ലോ. നത്തിങ് ഈസ് ഓവർ. The journey is ongoing. So we have time and we will get where we want to get. റീമയും കൂട്ടരും ഒക്കെ ഒരു സമയത്ത് ഈ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ നടത്തുമ്പോൾ അന്ന് ഒരുപക്ഷെ മലയാള സിനിമയെ സംബന്ധിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെയാണ് കേരളം കേൾക്കുന്നത്. പുതിയ കാര്യം തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും. അതെ, തീർച്ചയായും കേരളത്തിലാണ് ഇത്രയെങ്കിലും നമുക്ക് പുറത്തുനിന്ന് അങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇപ്പോ നിലവിൽ കുറച്ചും കൂടി ഇത് എളുപ്പമായി എന്ന് തോന്നുന്നുണ്ടോ നിലപാട് പറയാൻ? ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളിപ്പോ CJP സമരം നടക്കുമ്പോ തന്നെ കേരളത്തിലെ സിനിമാ പ്രവർത്തകർ വലിയൊരു വിഭാഗം മൗനത്തിലാണെങ്കിൽ കൂടിയും, നമ്മുടെ എക്സാമ്പിൾ ഇപ്പൊ വിസ്മയ മോഹൻലാലൊക്കെ ഒരു നിലപാട് പറയുന്നുണ്ട്, അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ കുറച്ചുകൂടി ഈസി ആയി, അത് പ്രത്യേകിച്ച് അതില് പുതിയ തലമുറ അതിന്റെ ഭാഗമാകുന്നു തോന്നിയിട്ടുണ്ടോ? പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ എന്നുള്ളത് മാത്രമല്ല, അത് എക്സ്പ്രഷൻ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു ഡിജിറ്റൽ വേൾഡിന്റെയും കൂടിയാണ്. എന്ത് രസമുള്ള റീലുകളാണൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യർ അവരുടെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡാൻസ് വീഡിയോസ് ആണെങ്കിലും, ചെറിയ കുട്ടികളുടെ വീഡിയോസ്, പ്രായമായ ഒരു അമ്മമ്മയുടെ വീഡിയോ ഉണ്ടല്ലോ ഇപ്പോൾ, 104 വയസ്സുള്ള ഒരു അമ്മമ്മയുടെ ഒരു വീഡിയോ, ചെറിയ പിള്ളേരുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇൻസ്റ്റിങ്സ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ഇന്ന് നമുക്ക് എല്ലാത്തിനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് ലൈക്ക് എക്സ്പ്രസ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനും. അതൊരു ഭയങ്കര റെവല്യൂഷൻ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് റോഷിനി. ആൻഡ് സോ സഡൻലി പീപ്പിൾ ഹാവ് ലൈക്ക് ഓക്കെ, ഞാൻ പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്, ഒരാൾ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവാനാണ് എന്നുള്ളതിൽ നിന്ന് മാറി
പിന്നെ എക്സ്പ്രസ് ചെയ്താൽ ഇവിടെ കൃത്യമായ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് നിൽക്കട്ടെ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജനതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ജനറേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. CJP സമരമൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് റോഷിനി. ലൈക്ക് എനിക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം ഐ ഫീൽ ദിസ് ഹോപ്പ് ആൻഡ് എനർജി. ഐ ഈവൻ ഗോട്ട് എ ന്യൂ ടാറ്റൂ ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ അത്രയും ഹാപ്പിയാണ്. സ്റ്റോറികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അയ്യോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് നമ്മൾ ശരിക്കും ഒരു സമയത്ത് ഇവർക്ക് ഒരു നെക്സ്റ്റ് ജനറേഷന് ഈ തുടർച്ച എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് അവർക്കത് കിട്ടുന്നില്ലേ? ആ തുടർച്ച വേണം എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? അവരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. അത് ഭയങ്കര ഐ വോണ്ട് അപ്പോളജൈസ് ടു ദാറ്റ് ജനറേഷൻ. നമ്മൾ തെറ്റിദ്ധരിച്ചു അവരെ. അവർ ആക്ച്വലി വളരെ അസ്റ്റ്യൂട്ട് ആയിട്ട് അതിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ആ കൃത്യസമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നുക. യുനോ വെൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. എപ്പോൾ പ്രതികരിക്കണം, എങ്ങനെ, എന്ത് എന്നുള്ളത് മാത്രമല്ല, എപ്പോൾ പ്രതികരിക്കണം, എങ്ങനെ ഒരുമിച്ച് വന്ന് പ്രതികരിക്കണം എന്ന് അവർ കൃത്യമായി അത് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു എന്ന് തോന്നി എനിക്ക്. ഐ എം സോ ഹാപ്പി വിത്ത് വാട്ട് ഹാപ്പൻഡ്. അത് ഇനി എന്തുണ്ടാവും, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കും, അതൊന്നൊരു വിഷയമല്ല. ദാറ്റ് ദേ കെയിം ടുഗെദർ ആൻഡ് ഇപ്പൊ മില്ലനിയൽസ് ആയ നമ്മളെ എല്ലാവരെയും അവര് ശരിക്കും നമ്മളെ ഉണർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് എന്നും യൂത്തിനെ അത് ചെയ്യാൻ കഴിയുള്ളൂ. ദേ ഹാവ് ടു ബി ദ വൺസ്, ബിക്കോസ് അവരുടെയാണ് ഈ ലോകം, ഇനി അവരുടെയാണ് ഈ ഫ്യൂച്ചർ. അപ്പൊ അവര് തന്നെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ സ്പേസ് ഉണ്ടല്ലോ. ഐ എം വെരി വെരി ഹോപ്പ്ഫുൾ. പക്ഷെ സിനിമ എന്നുള്ളൊരു സ്പേസിലും പൊളിറ്റിക്സ് എന്നുള്ള സ്പേസിലും, ബിക്കോസ് അവിടെ ഏറ്റവും കൂടുതൽ പവർ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഇനിയും ബാക്കിയുണ്ട്. അത് ഇനിയുള്ള ഒരു തലമുറ അത് മനസ്സിലാക്കാൻ ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജെൻസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മലയാള സിനിമയിൽ പലർക്ക് പോലും പലതും പഠിക്കാനുണ്ട്. ഡെഫിനറ്റ്ലി 100%. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മുന്നേ വന്നവർ തുടങ്ങി വെച്ചത് നമ്മൾ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം, ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായേ തീരൂ. അതില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ചത്ത ജീവിതം തോന്നുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു തെറപ്പിസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ബിക്കോസ് അത്രയും എന്താ പറയാ, കോമ്പറ്റീഷനും പൊളിറ്റിക്സും ഒക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. വിച്ച് ഇസ് വെരി വെരി ലൈക്ക് ഓബ്വിയസ്, ബിക്കോസ് അത്രയും കാശും പവറും ഗ്ലിറ്റ്സും ഗ്ലാമറും അറ്റൻഷനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ അത് ബെറ്റർ ആക്കാൻ ഒന്നും ചെയ്യുന്നില്ല ആ സ്പേസിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. ഇപ്പൊ എത്ര കാലമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അതിനെ കണക്കിലെടുത്ത് തുടങ്ങി എന്ന് ഇപ്പൊ നമ്മുടെ കൾച്ചറൽ മിനിസ്റ്റർ സിനിമ ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രി ആയി കാണുന്നു എന്നുള്ളൊരു പോയിന്റിലെത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഒരു വലിയ സംഘടനയിൽ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇത് തീരുന്നില്ല. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തീരാനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കും. ഇനി എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ ഇനിയാണ് സംഭവിക്കാൻ തുടങ്ങാൻ പോകുന്നത്. സംഭവിക്കട്ടെ. അതാണ് യെസ്, ബിക്കോസ് അത് നമ്മുടെ സിനിമയ്ക്കും ആർട്ടിനും ഇറ്റ് ഹാസ് മേജർ ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ കൾച്ചറിലും നമ്മുടെ ഫ്യൂച്ചറിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിനിമയാണെങ്കിലും എല്ലാ രീതിയിലുള്ള കലാരൂപങ്ങളും. നമ്മളെല്ലാവരും ഭയങ്കര പിരിമുറുക്കത്തിൽ ഇറ്റ് ഇസ് എ വെരി ടഫ് വേൾഡ് ടു ലിവ് ഇൻ. അപ്പൊ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളും നമ്മളെ മുന്നോട്ട് ഹോപ്പും മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ തരുന്നത് ആർട്ട് തന്നെയാണ്. ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്പോർട്സിനാണെങ്കിലും ഇപ്പൊ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് കൊണ്ട് എത്ര പേരുടെ ഈവനിങ്സ് ബെറ്റർ ആയിട്ടുണ്ടാവും നമുക്കറിയാം. ലൈക്ക് എവറി ഡേ വി ആർ ലൈക്ക് ഓക്കെ, വൈകുന്നേരം പോയി ഒരു മാച്ച് കണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു. മാത്രമല്ല സ്ത്രീകളെ ഇത്രയും ആസ്വദിച്ചൊരു ലോകകപ്പ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ഫീൽ ചെയ്തു. Yes, yes, yes. And a lot of hot men and playing football, very nice. എല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല, അതിനെ കുറിച്ച് ടെക്നിക്കലി ഒന്നും പറയാൻ അറിയില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. ഇല്ല, പക്ഷെ അത് മാറ്റിക്കുറിച്ചൊരു കാലം ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു.
ഇപ്പൊ ഞങ്ങളുടെ ടീമില് ഞങ്ങൾക്ക് ആ സമയത്ത് റിഹേഴ്സൽസ് നടന്നുകൊണ്ടിരിക്കാം. ആ പക്ഷെ എല്ലാവരും രാത്രി പോയി മാച്ച് കണ്ട് എന്നാലും കറക്റ്റ് 9 മണിക്ക് എല്ലാവരും എത്തും കേട്ടോ. പിന്നെ ഏത് റിഹേഴ്സൽ ടീമായിരുന്നു? ഞാൻ ആദ്യം അപ്പുറത്ത് അർജന്റീന മാത്രമല്ല, ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പുറത്തേക്ക് ഓരോ ടീം പൊട്ടുമ്പോ മാറി 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 എനിക്ക് കാപ്പ് വേർഡെ ജയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അണ്ടർഡോഗ്സിന്റെ കൂടെയായിരുന്നു. എനിക്ക് ഫൈനൽ അപ്പൊ സ്പെയിനിന്റെ കൂടെയായിരുന്നു. ഞാൻ അർജന്റീന ഫാനാണ്. ഓക്കെ, എനിക്ക് അർജന്റീനയുടെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ അണ്ടർഡോഗ്സിന്റെ കൂടെയാണ് എപ്പോഴും. എനിക്ക് അതിലൊരു ത്രില്ല് തോന്നുന്നുള്ളൂ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കൊട്ടിക്കയറുന്ന റിമയെ ഞങ്ങൾക്ക് കാണാം. അത് ഞങ്ങൾക്ക് ഇനിയും കാണണം. ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റിമയുടെ ആ എനർജി ഞങ്ങൾക്ക് ഇനിയും ഫീൽ ചെയ്യണം. കുറെ കാലം 100% സിനിമകൾ കാണാൻ പറ്റണം. അങ്ങനെ ഉഷാറായി ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇതിൽ കൂടുതൽ എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ള ഉറപ്പായിട്ടും നമുക്കൊക്കെ അറിയാം. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പൊ ഒരു കലാകാരിയായിട്ടുള്ള റിമയെ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് മുന്നോട്ടും ഇതിങ്ങനെ ഈ ലൈഫ്, നമുക്കൊരൊറ്റ ലൈഫ് ഉള്ളത് എല്ലാ രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ട എന്താ പറയാ, ലോൺ എടുത്തിട്ടാണെങ്കിലും നമ്മള് എല്ലാം ചെയ്തിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അത് ഇനി മുന്നോട്ടുള്ള യാത്രയും റിമയുടെ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ.